കോഡെക്സ് CRPയിൽ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാനായി കോഡെക്സ് CRP ഓപ്പൺ ചെയ്യുക. യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എൻ്റർ ചെയ്യുക. ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ബ്രാഞ്ച് ഒരു ഡ്രോപ്പ് ഡൗൺ ആണ്. ഒന്നിൽ പെർസെൻറ്റേജ് സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയിലുള്ള എല്ലാ ബ്രാഞ്ചുകളും ലിസ്റ്റ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ മാത്രം, ബ്രാഞ്ചിന്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ മാത്രം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് ഡ്രോപ്പ് ഡൗണിൽ വരും. സെലക്ട് ചെയ്യുക. ഈ മെഷീനിൽ നിന്നും ആദ്യമായിട്ടാണ് കോഡെക്സ് CRP ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സെൻഡ് ഓതന്റിക്കേഷൻ റിക്വസ്റ്റ് എന്ന് കാണും. ആ സെൻഡ് ഓതന്റിക്കേഷൻ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓതന്റിക്കേഷൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഓതന്റിക്കേഷൻ കോഡ് കാണിക്കും. ഈ ഓതന്റിക്കേഷൻ കോഡ് നോട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്ററിനെ ഇൻഫോം ചെയ്യുക. ഓതന്റിക്കേഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനായി ഓൾറെഡി ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനിൽ നിന്നും അഡ്മിൻ റൈറ്റ് ഉള്ള ഒരു യൂസർ ലോഗിൻ ചെയ്യണം. അതിനുശേഷം റൈറ്റ് സൈഡിലുള്ള മെനുവിൽ നിന്നും അഡ്മിനിസ്ട്രേഷൻ കമ്പ്യൂട്ടർ ഓതന്റിക്കേഷൻ എന്ന സ്ക്രീൻ എടുക്കണം. ഇതിൽ നോൺ ഓതന്റിക്കേറ്റഡ് മെഷീൻസ് എന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽട്ടർ അമർത്തുക. അപ്പോൾ ഓൾറെഡി ഓതന്റിക്കേറ്റഡ് അല്ലാത്ത നോൺ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ റിക്വസ്റ്റുകളും കാണാൻ സാധിക്കും. ഈ റിക്വസ്റ്റ് കോഡ് ഒന്നിൽ റൈറ്റ് ഡൗൺ ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+C എന്നമർത്തി കഴിഞ്ഞാൽ ഈ കോഡ് കോപ്പി ആവുന്നതാണ്. അതിനുശേഷം ഫസ്റ്റ് സ്ക്രീനിൽ വന്നിട്ട് അഡ്മിനിസ്ട്രേഷനിൽ തന്നെ നോട്ട്സ് എന്ന് പറയുന്ന സ്ക്രീൻ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഡെസ്ക്ടോപ്പ് ആപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ എല്ലാ ബ്രാഞ്ചുകളെയും ഇൻഡിവിജ്വൽ ഫോൾഡറുകളായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഓതന്റിക്കേഷൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ബ്രാഞ്ചുകളാകുമ്പോൾ ലൈസൻസ് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ആവശ്യത്തിനുള്ള ബ്രാഞ്ചുകൾ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇത് പുതിയൊരു ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് ബട്ടൺ അമർത്തിയിട്ട് ന്യൂ ഫോൾഡർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഒരു ബ്രാഞ്ചിലേക്കാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ ബ്രാഞ്ചിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം റൈറ്റ് സൈഡിൽ താഴെ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ നോഡിന്റെ സ്ക്രീൻ ഓപ്പൺ ചെയ്തു വരും. ഇതിൻ്റെ അകത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ സെയിൽസ് 1 എന്ന് കൊടുത്തു. അതിനുശേഷം ആക്സെപ്റ്റ് ചെയ്യേണ്ട കോഡ് ഒന്നിലൂടെ പേസ്റ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓതന്റിക്കേഷൻ കോഡ് ആക്സെപ്റ്റ് ചെയ്തു. ഇവിടെ കോഡ് വന്നിരിക്കുന്നത് കാണാം. അതുപോലെ മെഷീൻ ഓതന്റിക്കേഷൻ വന്നിട്ട് ഈ നോൺ ഓതന്റിക്കേഷൻ ഒന്നുകൂടെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ പെൻഡിങ് റിക്വസ്റ്റ് പോയിരിക്കുന്നതും കാണാൻ സാധിക്കും.